അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം മനസ്സിലാക്കി എങ്ങനെയാണ് ഏത് മേഖലയിലായാലും ഏറ്റവും ജനകീയമായി കാര്യങ്ങൾ നിർവഹിച്ച് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. വലിയ നിലയിൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള തീരദേശ സദസ്സ് കുറച്ച് മുൻപ് കേരളത്തിൽ 47 കേന്ദ്രങ്ങൾ നടത്തിയത് തീരദേശ ജനവിഭാഗം ആകെ വന്നു ചേർന്നിട്ടുള്ളതായിരുന്നു ആ സദസ്സ്. അവിടെ തീരദേശ മേഖലയിലെ തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ, മറ്റ് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുകയും സമയബന്ധിതമായി അതൊക്കെ പൂർത്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി ഗവൺമെൻറ് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിലക്കുള്ള സദസ്സുകൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു. മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് 6 ലക്ഷത്തിലധികം നിവേദനങ്ങൾ കിട്ടി. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ജനങ്ങളുടെ നിവേദനങ്ങളായി അവരുടെ വികാരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് സമർപ്പിച്ചു. പല രീതിയിലും അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു ഭാഗം ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ കോടതിയിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്, വേഗത്തിൽ പരിഹൃതമാകാൻ പറ്റാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ള കാര്യങ്ങളുണ്ട്, അപ്രസക്തമായിട്ടുള്ള ചില നിവേദനങ്ങളും ആ പറയുന്ന ജനകീയ സദസ്സിൽ ഉയർന്നു വരികയില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ആ സദസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്. ഇത് കുറേ കൂടി വലിയ നിലയിൽ വലിയ ഉദ്ദേശവും താല്പര്യവും മുൻനിർത്തിയിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. മുൻകൂട്ടി എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് ഗതാഗത വകുപ്പ് നടപടികൾ സ്വീകരിക്കേണ്ടത്. കുറേയേറെ ആളുകൾ അതിലേക്ക് അവരുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്, നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ചിലർ ഇന്നിവിടെ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എം എൽ എ ഓഫീസിൽ കുറേയേറെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ദീർഘമായിട്ടുള്ള അവതരണങ്ങൾ ഈ സദസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. എന്താണോ പറയാനുള്ള കാര്യം അത് പ്രസക്തമായ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കുക എന്നുള്ളതാണ്. തർക്കത്തിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പയ്യന്നൂരിൽ ദേശസാൽകൃത റൂട്ടുകളുണ്ട് KSRTC-യിൽ. പയ്യന്നൂർ കണ്ണൂർ പഴയങ്ങാടി വഴിയുള്ള റൂട്ട് നേരത്തെ ദേശസാൽകൃതമാണ്. പയ്യന്നൂർ കാങ്കോലി ചീമേനി കയ്യൂർ ആ റൂട്ട് KSRTC സർവീസ് നടത്തുന്ന റൂട്ടാണ്. അങ്ങനെ ചില റൂട്ടുകൾ KSRTC-യുടെ നിയന്ത്രണത്തിലുള്ള റൂട്ടുകളുണ്ട്. സ്വകാര്യ ബസ്സുമില്ല, KSRTC ഇല്ലാത്ത ചില മേഖലകളുണ്ട്. KSRTC നടത്തുന്ന ചില സ്ഥലത്ത് സ്വകാര്യ ബസ് അതിന് തടസ്സമാവുകയോ സ്വകാര്യ ബസ് കൃത്യമായിട്ട് സർവീസ് നടത്തുന്ന സ്ഥലത്ത് KSRTC വന്ന് ബുദ്ധിമുട്ടാവുന്ന നിലയോ ഉള്ള ചില വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ വരികയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. KSRTC-യുമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നു. ചില പരിമിതികളുണ്ട് KSRTC സംബന്ധിച്ച്. ജീവനക്കാരുടെ കുറവുണ്ട്, ബസ്സിൻ്റെ കുറവുണ്ടായിരുന്നു. ചില സീസൺ വരുമ്പോൾ വേണ്ടത്ര ബസ് ഇല്ലാതിരിക്കുന്ന നില എല്ലാ ഡിപ്പോയിലുണ്ട്. ഇപ്പോൾ ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിൽ നടക്കും ബസ് അങ്ങോട്ടേക്ക് പോകുന്നൊരു നിലയൊക്കെ ഉണ്ടാവുന്നുണ്ട്.
KSRTC അഭിമാനത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ചില സർവീസുകൾ ഇപ്പോൾ നടക്കുന്നില്ല. പല കാര്യങ്ങളും അവർക്ക് അതിൽ പറയാനുണ്ടാവും. എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുന്നതല്ല, എന്നാൽ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകും. KSRTC സർവീസ് ആരംഭിച്ചിട്ടുള്ള സ്ഥലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ബസ്സിൽ കയറണമെന്നാണ്. കാരണം ആ ബസ് സാമ്പത്തികമായി മെച്ചപ്പെട്ടാലേ KSRTCക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതിന് കഴിയത്തക്ക കാര്യങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിരവധി ദീർഘദൂര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് പയ്യന്നൂർ ഡിപ്പോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1967 ആരംഭിച്ച പയ്യന്നൂർ ഡിപ്പോ സ്വന്തമായി സ്ഥലം പയ്യന്നൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്ഥലത്താണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ സൗകര്യങ്ങളുടെ ഒരു ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് മുൻകാലങ്ങളിൽ കിട്ടിയ അത്രയും കാര്യങ്ങൾ കോവിഡ് കൂടി വന്നതോടുകൂടി വലിയ പ്രശ്നങ്ങൾ KSRTC സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില പ്രത്യാഘാതങ്ങൾ നാട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. KSRTCയുടെ മാത്രം കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏത് റൂട്ടിലായാലും KSRTCക്ക് മാത്രം സർവീസ് നടത്താൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള റൂട്ടിലൊഴികെ റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളത് കൂടി ഈ ഒരു ജനസദസ്സിൻ്റെ ഉദ്ദേശമാണ്. മുഖ്യമായിട്ട് റൂട്ട് ഫോർമേഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ്. ആ നടത്തി നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ നാട്ടിലെ എല്ലായിടങ്ങളിലേക്കും എത്തേണ്ട ഇടങ്ങളിലേക്ക് എല്ലാം വാഹനങ്ങൾ ബസ് എത്താൻ പാകത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ജനസദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ജനസദസ്സിലൂടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ച് പോകണം എന്ന് തീരുമാനിച്ചു. ഇതിൽ നാടിൻ്റെ വികാരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആവശ്യക്കാർ ഇവിടെയുണ്ട്. വിവിധ സംഘടനാ പ്രതിനിധികളുണ്ട്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. KSRTC പ്രതിനിധികളുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. പഞ്ചായത്തിന് മുമ്പിൽ നിരന്തരമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരിവിടെ സന്നിഹിതരാണ്. അതിലേറ്റവും ഫലപ്രദമായ ഒന്നായിട്ട് മാറ്റിയെടുത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി അതിവേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയണം. അത് പയ്യന്നൂർ മാതൃകയായിട്ട് തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ബിസിനസ് സർവീസിൻ്റെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇത് മറ്റു വിശദാംശങ്ങളൊക്കെ ജോയിൻ്റ് RTO കണ്ണൂർ, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, വിനോദ്, അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും. നമുക്കതോടുകൂടി ഓരോ മേഖലയിലും വിഷയങ്ങൾ പ്രത്യേകം എടുത്തിട്ട് നമുക്ക് ചർച്ച ചെയ്യും. കരമൂട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവർക്ക് കുറച്ചും കൂടി ഇതെല്ലാവരും അസൈൻ കിട്ടാൻ ആവാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മാരെ മുമ്പിൽ വെല്ലുവിളിക്കാം. ഇതിനെയാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടന ഭാഷണം എന്നുള്ള നില സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും സജീവമായ നിലയിൽ ഈ ഒരു കൂടിച്ചേരൽ പ്രയോജനപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആദ്യമായി ക്ഷേത്രം അവതരണം നടത്തിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ജോയിൻ്റ് RTO ശ്രീ K. വിനോദ് കുമാർ, യോഗാധ്യക്ഷൻ ലളിത മേഡം, യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പയ്യന്നൂരിൻ്റെ ജനകീയ MLA ശ്രീ മധുവേട്ടൻ, പയ്യന്നൂരിലെ ശ്രീ വിനോദ് കുമാർ സാർ, വേദിയിലും പയ്യന്നൂർ ജോയിൻ്റ് ഇൻചാർജ് ശ്രീ വേണുഗോപാൽ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, മറ്റ് ജനപ്രതിനിധികളെ,
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങൾ, കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ റൂട്ട് ഫോർമേഷനാണ് ഈ ജനകീയ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ നിർദ്ദേശിച്ച പ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും ജനകീയ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജനകീയ സദസ്സുകൾ വിജയകരമായി സംഘടിപ്പിക്കുക, അതിൻ്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുക, അതോടൊപ്പം തന്നെ അവിടെ ഉയരുന്ന റൂട്ടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി ആവശ്യമായ സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുക, ആവശ്യമായ ഭേദഗതികൾ ഗവൺമെൻറ് നിലവിലുള്ള ഉത്തരവുകളിൽ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട MLA പറയുകയുണ്ടായി. അപ്പോൾ അത്തരം ഉത്തരവുകളിൽ ഭേദഗതികൾ വേണമെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് അയക്കുക എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ള ധർമ്മം. ഈ ജനകീയ സദസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അവികസിതമായ പ്രദേശങ്ങൾ, നമ്മുടെ കേരളം ഏറ്റവും പുരോഗതിയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ കൂടി പല പ്രദേശങ്ങളും നമുക്ക് കാണാം നിത്യേന എന്നോണം ബസ് യാത്രാ സംവിധാനം അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം മതിയായ രീതിയിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവർ, അതോടൊപ്പം തന്നെ കുട്ടികൾ, വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നിത്യേന നമ്മുടെ പത്രങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നമ്മൾ അറിയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം തന്നെ ഒരു കണക്ടിവിറ്റി നൽകുക എന്നുള്ളതാണ്. ജനകീയ സദസ്സിൻ്റെ ഉദ്ദേശം റൂട്ട് ഫോർമേഷൻ വഴി അവികസിതമായ പ്രദേശങ്ങളെ വികസിത പ്രദേശങ്ങളായി ബന്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ റൂട്ട് ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം സെക്ഷൻ 68 CA വെച്ചിട്ട് റൂട്ട് ഫോർമേഷൻ സർക്കാരിന് നടത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ജനകീയ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു റൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പല അപേക്ഷകളും ഇവിടെ നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം. നിങ്ങൾ കൊണ്ടുവരുന്ന നിവേദനങ്ങളൊക്കെ വ്യക്തമായ റൂട്ടുകൾ എഴുതി അതിൻ്റെ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു സ്കെച്ച് തന്നെ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വളരെ ഉപകരിക്കും. അല്ലാതെ ചില പ്രദേശങ്ങളിൽ ബസ്സില്ല എന്ന് പറയുമ്പോൾ ആ പ്രദേശങ്ങളെ കണക്ടിവിറ്റി ചെയ്യാൻ പറ്റിയ അടുത്ത പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ എവിടത്തേക്കാണ് ബസ് സർവീസ് ആരംഭിക്കേണ്ടത്, അവിടുത്തെ മറ്റു അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള പഠനം കൂടി നമ്മൾ നടത്തുക. അപ്പം റൂട്ടിനെ കുറിച്ചുള്ള ഒരു സ്കെച്ച് സമർപ്പിക്കുകയാണെങ്കിൽ ആ റൂട്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പഠിക്കുവാനും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനും താരതമ്യേന വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ റൂട്ട് ജനകീയ സദസ്സിൽ റൂട്ട് ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വരുന്ന നിർദ്ദേശങ്ങളും റൂട്ടുകളെ കുറിച്ചുള്ള എല്ലാ ചർച്ചകളും പ്രധാനമായും ഒരു റൂട്ട് ഫോർമുലേഷനിലേക്ക് മാറുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നത് അതിൻ്റെ ഡിമാൻഡ് അനാലിസിസ് ആണ് ഫസ്റ്റ്. ആ പ്രദേശത്ത് അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ കേവലം 3-4 ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണോ എന്നുള്ളത്. തീർച്ചയായും അത് ഉറപ്പുണ്ട്. ഡിമാൻഡ് അനാലിസിസ് എന്തായാലും ഉണ്ടാകും, അത് സംശയമില്ല. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭൗതിക സാഹചര്യം, റോഡുകളുള്ള പ്രദേശമാണോ അത് നമുക്ക് നോക്കണം. റോഡുകളുള്ള പ്രദേശം അല്ലെങ്കിൽ ബസ് സർവീസ് ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. അപ്പം അവിടെ റോഡുകൾ ടാർ ചെയ്ത് അല്ലെങ്കിൽ ബസ് സർവീസ് ഗതാഗത സംവിധാനത്തിന് മതിയായ തരത്തിലുള്ള റോഡുകളില്ലെങ്കിൽ ആ റോഡുകൾ നിർമ്മാണം കൂടി നമ്മൾ പ്രപ്പോസ് ചെയ്യേണ്ടി വരും. റോഡ് നിർമ്മാണം കൂടി പ്രപ്പോസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല അവികസിത മേഖലകളിലും നല്ല റോഡുകളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ബസ് സർവീസ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ വോളിയം, അതിൻ്റെ തോത് എത്രയായിരിക്കണം? ഒരു ബസ് മതിയോ, 2 ബസ് വേണോ, അല്ല ആ ഫ്രീക്വൻറ്റ് സർവീസസ് വേണോ? ചില പ്രദേശങ്ങളിൽ രാവിലെയും വൈകുന്നേരം മാത്രമേ ബസ് സർവീസിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ പല റൂട്ടുകളും നമുക്കറിയാം. മറ്റൊരു സമയത്ത് ബസ്സുകൾ പെർമിറ്റ് വാങ്ങിയ റോഡില്ല. കാരണം ഇവിടെ വന്നിട്ടുള്ള ബസ് ഓണേഴ്സിനോട് ചോദിച്ചാൽ മതി, കളക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയും, ആരും ഉണ്ടാവില്ല യാത്രക്കാർ. അപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രദേശങ്ങളിൽ കൂടി പുതിയ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അവിടെ മതിയായ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നും അതോടൊപ്പം തന്നെ എത്രമാത്രം ബസ് സർവീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണ് എന്ന് പരിശോധിക്കേണ്ടി വരും. അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി ആൻഡ് ടൈം, ഏത് സമയത്തായിരിക്കണം ബസ് സർവീസ് ഏർപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെയോ ഉച്ചക്കോ ഏർപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെ ആ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, ചില പ്രദേശങ്ങളുടെ സമീപത്തുകൂടി ബസ്സുകൾ പോകുന്നുണ്ടാവും. എന്നാൽ അവികസിതമായ ചില ഏരിയകളിലേക്ക് ആ ബസ് കയറി ചെല്ലാൻ പറ്റുന്നേ ഉണ്ടാവും, പോകാൻ പറ്റുന്നേ ഉണ്ടാവും, പക്ഷേ അവിടത്തേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പം അത്തരം നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഇത് ഏതെങ്കിലും റൂട്ടുമായി സംയോജിപ്പിക്കാൻ സാധിക്കുന്നതാണോ എന്ന് പരിശോധിച്ചിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണമായി കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്താണ്. കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്ത്
മൂന്നാം വാർഡിൽ ബസ്സില്ല, മൂന്നാം വാർഡിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്, അവിടെ ബസ് ഓടുന്നില്ല എന്ന് പറയുമ്പോൾ, ബസ് സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ മൂന്നാം വാർഡിലേക്ക് മാത്രം ബസ് സർവീസ് ഏർപ്പെടുത്തിയാൽ മതിയോ, അല്ലെങ്കിൽ അത് ഏതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? അത് ചീമേനി വഴി പോകുന്ന ബസ്സിലേക്ക് പറ്റുമോ, അല്ല മാത്തരി വഴി വരുന്ന ബസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി കൂടി നമ്മൾ, ഇൻറ്റഗ്രേഷൻ ഓഫ് റൂട്ട്സ്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ എഫിഷ്യൻസി, അവിടെ ഏതൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ അത് ഫലവത്തായി പ്രവർത്തിക്കണമെങ്കിൽ അത് ലാഭകരവും കൂടിയായിരിക്കണം, അതിൻ്റെ എക്കണോമിക് വയബിലിറ്റി കൂടി വേണം. മുതൽ മുടക്കുന്ന KSRTC ആയാലും സ്വകാര്യ ഉടമകളായാലും അവർക്കൊക്കെ അതിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചാൽ മാത്രമേ ആ സംവിധാനം എന്നേക്കുമായി നിലനിൽക്കൂ. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു കുത്തൊഴുക്കിൽ ഇങ്ങനെ വരും, പിന്നീട് കുറേ ആൾ ബസ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അത് പാടില്ല. അതോടൊപ്പം തന്നെ ഇത്തരം ബസ്സുകൾ റൂട്ടുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശരാശരി കളക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ബസ്സുകൾ പെർമിറ്റ് എടുക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. അപ്പോൾ അത്തരം ത്വരകൾ കൂടി നമ്മൾ പരിശോധിക്കണം. ഒരു ബസ്സിൻ്റെ സ്ഥാനത്ത് 3 ബസ് വന്നു കഴിഞ്ഞാൽ ആ 3 ഉണ്ടാവില്ല അവസാനം. അങ്ങനെയാണ് നമ്മൾ പല റൂട്ടുകളിലും കാണുന്നത്. അതുപോലെ തടസ്സമില്ലാത്ത യാത്ര, ഇതിൻ്റെയൊക്കെ പരമപ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണക്ടിവിറ്റിയാണ്. ഇത് ആസ്വദിക്കുന്നവർക്ക്, ഇത് ഉപയോഗിക്കുന്നവർക്ക് തടസ്സമില്ലാത്ത ഒരു യാത്രാ സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഈ കണക്ടിവിറ്റിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സ്വയം സംരംഭകരായവരും മറ്റുള്ളവർ ഈ മേഖലയിൽ കടന്നു വരുമ്പോൾ തൊഴിൽ ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ഈ ജനകീയ സദസ്സിൽ ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും റൂട്ട് ഫോർമേഷൻ നടത്തുക. അതിനുതകുന്ന വിധത്തിൽ വളരെ ഫലപ്രദമായ ചർച്ച ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓരോ പ്രദേശത്തു നിന്നും വന്നിട്ടുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകൾ ഇവിടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ്. ഇതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഇത് നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം മുണ്ടക്കുഴി PO പഴയങ്ങാടി തന്നൊരു ലെറ്ററാണ്. അത് മുട്ടുകണ്ടി, ഏഴോമൂല, കൊട്ടക്കീൽ എന്നീ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ നിലവിൽ പഴയങ്ങാടിയിൽ നിന്നും മുട്ടുകണ്ടി ഏഴോമൂഴി പഞ്ചായത്ത് സമീപം എത്തിച്ചേർന്ന 8 മീറ്റർ വീതിയുള്ള തീരദേശ റോഡുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ യാത്രാ സൗകര്യത്തിന് വലിയ തുക മുടക്കി ഓട്ടോറിക്ഷ സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള പരാതി പോലെയാണ് വന്നിരിക്കുന്നത്. അത് അവരൊരു പ്രപ്പോസലായിട്ട് തന്നിട്ടില്ല. അതാണ് ഇതിൽ ഒരു പ്രപ്പോസലായിട്ട് തന്നിട്ടില്ല, ഒരു പരാതി പോലെയാണ് എല്ലാവരും തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആണെങ്കിൽ പ്രതിനിധികളുണ്ട് ഇവിടെ. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ വിഷയം നേരത്തെ പഞ്ചായത്തിലെ MLA ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം, പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ റോഡിലേക്ക് പോകുന്ന ആക്സസ്, അവിടുത്തെ വലിയ ബസ്സുകൾ തിരിഞ്ഞു കിട്ടാത്തൊരു പ്രശ്നം നമുക്ക് സാങ്കേതികമായിട്ടുണ്ട്. മനസ്സിലായോ? പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മാർക്കറ്റ് റോഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വലിയ ബസ്സുകൾ തിരിഞ്ഞു കിട്ടാത്തൊരു പ്രശ്നമാണ് നേരത്തെ അതൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ഉണ്ടായാൽ തീർച്ചയായും ആവശ്യമുണ്ട് ഒരുപാട്. അത് നേരത്തെ ഏഴോം പഞ്ചായത്തിന് തൊട്ട് മുമ്പ് പഴയങ്ങാടി ഏഴോം തീരദേശ റോഡാണ്. അത് ഏത് പദ്ധതിയിൽപ്പെടുത്ത റോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ വകുപ്പ് മുഖാന്തരം ഉണ്ടാക്കിയ റോഡാണ്, തീരദേശ റോഡാണ്. അവിടെ ഇപ്പോൾ പിന്നെ നമ്മൾ വള്ളംകളി പവലിയൻ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രം നേരത്തെ MLA മുൻകൈയെടുത്ത് ആ തീരദേശത്ത് വളരെ നല്ല ടൂറിസം കേന്ദ്രമായി മാറിയതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
ഇതിൻ്റെ റോഡ് വികസനം, വളവ് തിരിയൽ ഒന്നിപ്പോൾ പ്രായോഗികമാണ്. അത് നിങ്ങൾ അതാത് തങ്ങളിൽ PWD ആണെങ്കിൽ PWD, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, ആ നിലയിൽ കാര്യങ്ങൾ ആലോചിച്ച് റോഡ് വികസനം നടത്തേണ്ടത് അതാത് തങ്ങളിൽ. ഇത് ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ നിലവിൽ ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലം, ബസ് റൂട്ട് ഇന്നത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കി വിപുലപ്പെടുത്തേണ്ട കാര്യം. സ്വകാര്യ ബസ്സുകൾക്ക് എന്തെങ്കിലും ഓടുന്നത് പരിമിതിയുണ്ടോ, ആരെങ്കിലും അപേക്ഷ കൊടുത്ത് പെർമിഷൻ കിട്ടാതിരിക്കുന്ന നിലയുണ്ടോ, സമയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ നിലയിലുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അല്ലാണ്ട് ഒരു വളവും ഞാൻ പോയിട്ടില്ല. ഇന്നും അതുപോലുള്ള പരാതികളാണുള്ളത്. നിങ്ങൾക്ക് പെർമിഷൻ പ്രശ്നം നിങ്ങളത് സോർട്ട് ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങളൊരു പ്രസൻറ്റ് ചെയ്യും. നിങ്ങളത് ഒരാവശ്യം ചൂളക്കടയിലേക്ക് രാമചന്ദ്രക്കാർക്കൊരു ബസ് വേണം, അതിൻ്റെ പ്രായോഗികം എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അതിലിടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി പോകാൻ പറ്റും. നമ്മൾ ഇല്ലാത്തവരെല്ലാം സ്വീകരിച്ച ശേഷം നമുക്കത് എൻക്വയറി ഉദ്ദേശിച്ചു. നിങ്ങളുടെ നിലപാട് കൂടി പറയുമ്പോൾ മിനി ബസ് വേണമെന്നുള്ളത് ശരി. അത് പഴയങ്ങാടിയിൽ നിന്ന് നമ്മളെ പഴയ കാര്യത്തിൽ കൊണ്ടുപോകണല്ലേ. അതെ അതെ ഇതിൽ വ്യക്തമായി എഴുതി തന്നതുണ്ട്, അത് വായിക്കുന്നു. ആരും വ്യവഹാരങ്ങളില്ല, എല്ലാം വായിക്കും. ഇതെല്ലാം ഓരോ NGOs തന്നിട്ടുള്ള ലെറ്ററായിട്ടാണ് ഉള്ളത്. അതിലെല്ലാം ഒരു പരാതി പോലെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പഴയങ്ങാടിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് പഴയങ്ങാടിയുടെ കുറച്ച് നേരമാണ് നമ്മുടെ കാരക്കോട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പഴയങ്ങാടി കുറച്ച് സമാന്തരമായി റിപ്പോർട്ടേക്ക് പോകുന്നത് ബസ് റൂട്ട് വേണം. നേരത്തെ ഓടിയതാണ് പോകുന്നത്. അതിൽ വലിയ ബസ് പറ്റില്ല, വലിയ വാഹനം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ മിനി ബസ് സാധ്യത ആരെങ്കിലും അപേക്ഷകരായിട്ടുണ്ടോ? നമുക്ക് അതിലെന്താണ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ബസ് റൂട്ടിൻ്റെ ആ റൂട്ട് എൻക്വയറി ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത ശേഷം മാത്രം ഗവൺമെൻറ്റിൽ നിന്നാണ് ആ ഒരു പെർമിറ്റ് പാസ്സായി വരുന്ന ശേഷമാണ് ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംരംഭകരെ നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ നിലവിൽ നമുക്ക് സംരംഭകർ ഇപ്പോൾ ഇല്ല. നമ്മൾ ഈ റൂട്ട് ഫോർമാറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് സംരംഭകരെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇവരെല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ റൂട്ടിലുള്ള പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്റ്റഡി നടത്തി റിപ്പോർട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റൂട്ടിന്റെ നിർദ്ദേശമൊന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം വന്നത് ഇതുപോലുള്ള ഓരോ സ്ഥലത്തേക്കുള്ള യാത്ര ക്ലാസ് നമുക്കൊരു കാര്യം ചെയ്യാം. പഞ്ചായത്ത് അസോസിയേഷൻ അല്ല ഓരോരാളായിട്ട് ഒന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു തീർപ്പുണ്ടാക്കി അടുത്ത കാര്യത്തിൽ ആദ്യപ്പോൾ പിന്നെ കാങ്കോടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ഓങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 3 പരാതിയായിട്ട് തന്നെ പറയും. പരാതിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നേരത്തെ വള്ളിപ്പിലാവിൽ നിന്നും വെളിച്ചത്തോട് മാത്തിൽ ടു പയ്യൻ ഒരു ബസ് ഓടിക്കൊടുക്കുന്ന ബസ്സാണ്. അതിനടുത്ത് നിന്ന് പോയതാണ്. അവർക്ക് ഈ വെളിച്ചത്തോട് കരിയാമ്പ് പ്രദേശത്തിൻ്റെ മുഴുവൻ ആളും മാത്തിൽ വരാതെ കൊണ്ട് അവർ ഒരു ആവശ്യം നടക്കില്ല. സ്കൂള്, ഹോസ്പിറ്റൽ, പഞ്ചായത്ത്, കൃഷിഭവൻ
ഇന്ത്യൻ വെബ്സൈറ്റ് എല്ലാം മാത്രമാണ് ഒരു 200-250 രൂപ ഓപ്ഷൻ ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റൂട്ടിൽ കൊടുത്തത്. ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ബസ്സുകാർ ഓടാൻ തയ്യാറായി. അപ്പോൾ നേരത്തെ ഇവിടെ അപേക്ഷ കൊടുത്തു, ഞങ്ങൾ കളക്ടർ ഒന്നിൽ അപേക്ഷ കൊടുത്തു, MLA ഒന്നിൽ അപേക്ഷ കൊടുത്തു. കാരണം ഒരു ഏതോ മറ്റൊരു ബസ് മാത്രം എത്തുമ്പോൾ അവർ സമയത്തിന് പ്രൈവറ്റ് ബസ് അവിടെ തയ്യാറായിരുന്നു. അവിടെ പെർമിറ്റ് വേണ്ടിയിട്ട് കണ്ണൂർ വരെ ആർട്ടിഒ റൂമിൽ അതിനൊരു അപേക്ഷയുണ്ട്. നേരത്തെ നമ്മൾ DPC യോഗത്തിൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് പരിഹരിച്ചു കൊടുത്താൽ അവർ ഓടാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ സാങ്കേതിക പ്രശ്നം പറഞ്ഞു മറ്റ് ബസ്സുകാരുടെ സമയക്രമം പറഞ്ഞിട്ടാണ് ഓടാൻ നിൽക്കുന്നത്. ഒരു വിഷയം അത് പരിഹരിച്ച് തരണം. തന്നാൽ മാത്രമേ നമുക്കത് ആ ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ പറ്റും. മറ്റ് ഒന്നാണ് ഈ ദേശാടന റൂട്ട്. നേരത്തെ MLA പറഞ്ഞതുപോലെ കാങ്കോട് ചീമയിൽ റോഡ് ദേശാടന റൂട്ടാണ്. കാങ്കോട് ചീമയിൽ റോഡ് അവിടെ മറ്റു പ്രൈവറ്റ് ബസ്സുകളും പറ്റാം. പക്ഷേ ചെയ്യാൻ പറ്റുന്നതാണ് ചീമയിൽ നിന്ന് ഒരു ബസ് വിട്ടാൽ ഒരു പ്രൈവറ്റ് ബസ്സും സാമൂഹികത്തിൽ മാത്രമേക്ക് ഇതേപോലെ നല്ല റോഡാണ്. മെക്കാണ് റോഡാണ് ഇപ്പോൾ ഉള്ളത്. മാത്രക്ക് ഒന്നിക്കൽ നമ്മൾ ആലക്കാട് വഴി പൈനൂരേക്ക് വരാം, അല്ലെങ്കിൽ മാത്രം റോഡിൽ നിന്ന് പൈനൂരേക്ക് താങ്കൂർ വഴി പൈനൂരേക്ക് വരാം. ഈ റോഡിൽ പുതിയ ബസ് അനുവദിക്കേണ്ടതാണ്. നേരത്തെ MLA ഫണ്ടുകൾ സർക്കാർ വഴിച്ച് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് ഫണ്ട് അറിയത്. യാത്രാ പ്രശ്നം ഇപ്പോഴും ഉപയോഗിച്ചു കൊടുക്കുന്നത്. ആ പ്രശ്നം പരിഹരിച്ച് പോകണം. മറ്റൊന്ന് നമുക്കറിയാം, തൃക്കരിപ്പിലും മാത്രം നമ്മളെ ഓണക്കുന്ന് വഴി മാത്രം ടു മാധവങ്കരം തൃക്കരിൽ മാത്രം റോഡ് മെക്കാൺ റോഡാണ്. യാത്ര ഈ ബസ് ഇതുവരെ ഒരു സാമീകര ബസ് ഉണ്ട്, പക്ഷെ അതിനുശേഷം മാത്രമേക്ക് ബസ്സില്ല. മാധവങ്കരം വരെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ബസ് സർവീസ് ഉണ്ടാക്കിയാൽ നമുക്കത് ഗുണം ചെയ്യും. തൃക്കരിപ്പൂർ ഓണക്കുന്ന് മാത്തിൽ മാധവങ്കരം കുറേ ആളുകൾ നമ്മൾ പോകുന്ന റൂട്ടാണ്. നമുക്കൊരു ബസ് റൂട്ട് ഉണ്ടാക്കി നമുക്കൊരു ഉപകാരപ്രദമായി വരും. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കുണ്ടേങ്കോൽ നേരത്തെ സച്ചിൻ ബസ് പയ്യന്നൂരിൽ വിട്ടിട്ട് ഓരോ വഴി കാണിശ്ശേരി വഴി കുണ്ടേങ്കോൽ വരെ പോയിട്ടൊരു ബസ് ഉണ്ടായിരുന്നു. അത് രാവിലെ വൈകുന്നേരം മാത്രമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പോകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായത്. ആ ബസ് നമുക്ക് അതിൻ്റെ അപേക്ഷ കൊടുത്തത്. ഈ പറയുന്നത് ഞാൻ പറഞ്ഞ 4 വിഷയത്തിൻ്റെ അപേക്ഷ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അപേക്ഷ കൊടുത്തത്. ഇങ്ങനെ ലേഖനങ്ങളൊക്കെ തന്നതല്ല. അത് നമ്മുടെ മുമ്പിലുണ്ട്. നാലാമത്തത് വരുന്നത് പയ്യന്നൂര്, ഓറോ, കാളീശ്വരം, കുണ്ടേങ്കോൽ. കുണ്ടേങ്കോലെത്തിയ പിന്നെ കുട്ടിങ്ങ ബസ് ഉണ്ട് ഇഷ്ടംപോലെ. ആ റൂട്ടിലേക്ക് ഒരു ബസ് ഉണ്ടാക്കി. അതുകൊണ്ട് മാത്രമേ പ്രശ്നമില്ല. പയ്യന്നൂർ, ഓറോ, കാളീശ്വരം, കുണ്ടേങ്കോൽ. നേരത്തെ ബസ് ഒരു സച്ചിൻ ബസ് നേരത്തെ സർവീസ് നടത്തിക്കൊള്ളുന്ന ബസ്സാണ്. അത് നിന്ന് പോയതാണ്. ഈ കോവിഡിന് മുമ്പ് തന്നെ അത് നിന്ന് പോയതാണ്. ഈ 4 നേരത്തെ നമ്മൾ അപേക്ഷ കൊടുത്തതുമാണ്. ഇവിടെ എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് എടാട്ട് കുഞ്ഞിമംഗലം വഴി കുഞ്ഞിമംഗലം ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഹനുമാനമ്പലം ചേർന്ന് അതുപോലെ തന്നെ ചെറുതാഴം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് അവിടുന്ന് നേരെ പരിയാരം മെഡിക്കൽ കോളേജ് വഴി മാധവമംഗലത്ത് വരെ ഓരോ റൂട്ട് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ടില്ല, അപ്പുറത്തെ മണ്ഡലത്തിൽ ഈ കാര്യം കൊടുത്തിട്ടില്ല. അപ്പോൾ പയ്യന്നൂരിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, ദേവാലയം, അതുപോലെ തന്നെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ബസ് നേരത്തെ ഉണ്ടായതാണ്. അത് ഇല്ലാതായതാണ് ഒരു റൂട്ട് ചെറുതായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് നേരത്തെ ഉണ്ടായത് ഇവിടുത്തെ പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് എഴുന്നൂറ് പുറച്ചേരി കോട്ടക്കുന്ന് വഴി അരിയിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്കൂടെ നേരത്തെ ബസ് റൂട്ട് ഇടക്കാലത്ത് കുറേ മറ്റു വണ്ടികൾ ട്രക്കൊക്കെ കൂടിയൊരു പ്രദേശമാണ്. അവിടത്തേക്ക് നേരെ പോയിട്ട് പിന്നെ മാധവമംഗലം വരെയുള്ള റൂട്ട്. ഈ 2 റൂട്ടാണ് പയ്യന്നൂരിൽ നിന്ന് പുറപ്പെടാൻ ആവശ്യമായിട്ട് റൂട്ട്. ചെറുതാഴം പഞ്ചായത്തിലൂടെ ഈ ഭാഗത്ത് പൊതുവെ കൊടുക്കാറുണ്ട്. പിന്നെ പഴയങ്ങാടി വഴി, നെരൂപ്പുറം വഴി, നേരെ ശ്രീസ്ത വഴി, നേരത്തെ ഉണ്ടായിരുന്ന റൂട്ട് ശ്രീമൻ ടീച്ചറോട് പ്രത്യേകം ഉണ്ടായിരുന്ന റൂട്ട് മാനേജറുടെ വഴി നേരെ മെഡിക്കൽ കോളേജ് വഴി പിന്നെ മാധവമംഗലം വരെയുള്ള ഒരു റൂട്ടുണ്ടായിരുന്നു. അത് രാവിലെ വൈകുന്നേരം 2 റൂട്ടുകളുണ്ടായിരുന്നു. ഈ 3 റൂട്ടാണ് അവിടെ പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടേണ്ടത്. അത് ഇവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഓണക്കുന്നിൽ വില്ലേജ് ഓഫീസ്, അതുപോലെ എഴുതിമാരെ ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, ഇതെല്ലാം സ്ഥാപനങ്ങളുള്ള ഒരു കേന്ദ്രമാണ്. ഇവിടെ ടിക്ക് സ്റ്റോപ്പില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. നിരവധി തവണ ഇടപെട്ടിട്ടുണ്ട്. ചെറിയ തോതിൽ ടി നിർത്തിത്തരും, പക്ഷെ സ്ഥിരമായി ടി നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്.
എല്ലാ കേന്ദ്രങ്ങളും ഉള്ളതാണ് ഓണക്കുഴി. അപ്പോൾ ജനങ്ങളുടെ സൗകര്യം പല പ്രാവശ്യം ഇടപെട്ടതാണ്. ഇത് സ്ഥിരമായി ഇത് നൽകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത് നമുക്ക് പയ്യന്നൂർ ഓണക്കുന്ന് വഴി വെള്ളൂർ ആല് വഴി പിന്നെ കൊഴുമ്പൻ സ്വാമിമുക്ക് പുത്തൂർ വയോളം വഴി ചീമേനിയിലേക്ക് മുന്നേ ബസ് ഓടുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ബസ് ഇപ്പോൾ ഓടാത്തൊരവസ്ഥയിലേക്കാണ് ഉള്ളത്. ജനങ്ങളെ കൂടുതലായി ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ റൂട്ടും ഒന്ന് ബസ് ഓടുന്ന രീതിയിലേക്ക് ഇടപെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. പയ്യന്നൂർ തൃക്കരിപ്പൂർ ഇയ്യക്കാട് ഓണക്കുന്ന് വഴി സ്വാമിമുക്ക് മാത്തി ചെറുപുഴ റൂട്ട് അതും അനുവദിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കരുവൂർപ്പെല്ലാം പഞ്ചായത്തിൽ ചെറുമൂല നിവാസികളുടെ യാത്രാ സൗകര്യാർത്ഥം ചെറുമൂല പൊതുജന വായനശാല റോഡ് വഴി ചക്കുമുക്ക് ചീമേനി റോഡിൽ ബസ് റൂട്ട് സൗകര്യം ഒരുക്കി തരണമെന്ന് ആ വാർഡിലെ നിവാസികൾ തന്ന നിവേദനമാണ്. അതുപോലെ കരുവൂർപ്പെല്ലാം പഞ്ചായത്തിലെ പയ്യന്നൂർ ആണൂർ വഴി കുണിയൻ ഇയ്യക്കാട് റൂട്ട് കാഞ്ഞങ്ങാട്ടേക്ക് ഒരു ബസ് റൂട്ട് അനുവദിച്ചു തരണമെന്ന് കുണിയൻ പ്രദേശവാസികൾ. അതുപോലെ തൃക്കരിപ്പൂർ ഓണക്കുന്ന് മാത്തിൽ മാധവമംഗലം റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഈ റൂട്ടിൽ KSRTC ബസ് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ റൂട്ടിൽ പഴയ കാലത്ത് ബസ് ഗതാഗതം ഉണ്ടായിരുന്നു. റൂട്ടിനെ ആശ്രയിച്ച് ധാരാളം ഉദ്യോഗസ്ഥർ ദിവസേന ജോലി സ്ഥലത്ത് എത്തുന്നുണ്ട്. ആ റൂട്ടിലേക്കും ബസ് സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. KSRTC ഈ ഓണക്കുന്നിൽ PT സ്റ്റോപ്പ് നേരത്തെ ശ്രീ ആന്റണി രാജു മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും സ്റ്റേജിൽ ഇപ്പോൾ മാറി ബിആർ പിന്നെ NHന്റെ കൂടി വരുന്നതോടുകൂടി സ്റ്റേജിൽ മാറ്റുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ PT ബസ് ചിലത് നിൽക്കും, ചിലത് നിൽക്കുന്നില്ല. ഇല്ല, ഓർഡർ വന്നിട്ടുണ്ട്. അതാണ് വെക്കാൻ തുടങ്ങിയത്. നിങ്ങളൊരു നാളെ മുതൽ എന്ന് പറഞ്ഞതുപോലെ അവിടെ PT ബസ് നിൽക്കും എന്നുള്ളത് ഉറപ്പുവരും. അതിന് പത്രത്തിൽ നിങ്ങളുടെ ഒരു വാർത്താക്കുറിപ്പ് കൊടുക്കുന്നു. ഓണക്കുന്നിൽ PT ബസ് സ്റ്റോപ്പുള്ളതാണ്. ജനസദസ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അവിടെ ഈ PT ബസ് നിർത്തുന്നതാണ്. ഹെയർ സ്റ്റൈൽ ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. അത് പിന്നീട് പുതിയ NH കൂടി വന്നതിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഓണക്കുന്നിൽ PT ബസ് സ്റ്റോപ്പ് എന്നുള്ളത് ഇന്നത്തെ തീരുമാനമാണ്. അത് നിങ്ങൾ നാളെ ഉത്തരവാദിത്തം നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. അതെ, ഓണക്കുന്ന് ഫെസ്റ്റേജ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. ആ, നിങ്ങൾ ചെറുത്തുരേക്കിലെ പരിശീലനം വന്നു അഷ്ടമുണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് ഇടാൻ കണ്ടല്ലോ. ആ, അതെടുക്കാം. അല്ല, കാലിക്കടവ് പറ്റൂല്ലോ ഓണക്കുന്ന് ഫെസ്റ്റേജ്. അതെ, ഓണക്കുന്നിൽ ഇറങ്ങുന്നവരോട് ഓണക്കുന്ന് വരെയുള്ള പൈസ വാങ്ങാൻ പാടുള്ളൂ. കരുവള്ളൂർ ഇറങ്ങുന്നവരോട് നിങ്ങൾ ഫെസ്റ്റേജ് പിന്നെ കാലിക്കടവാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. അത് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് റീഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ പറയാൻ വേണ്ടി പറ്റും. പയ്യന്നൂർ മാത്തിൽ വടവന്തൂർ മുരുകാട്ടുകാവ് ചൗവറ മാതാമംഗലം റൂട്ടിൽ മുമ്പ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ഏറെ കാലമായി നിർത്തിയിരിക്കുകയാണ്. ആയത് പുനഃസ്ഥാപിച്ച് കിട്ടുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം. 2 പയ്യന്നൂർ ഓരോ മാതാമംഗലം റൂട്ടിൽ ഒരു ബസ് റൂട്ട് അനുവദിച്ചാൽ മാതാമംഗലം തൗവറ പെരുന്തട്ട പ്രദേശത്തുള്ളവർക്ക് എളുപ്പത്തിൽ പയ്യന്നൂരുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഇതാണ് ആവശ്യം. പയ്യന്നൂർ ഓരോ പുതിയ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനകീയ സദസ്സാണ് ഇവിടെ നടക്കുന്നത്.
നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലും സമീപസ്ഥല പഞ്ചായത്തിലും അതുപോലെ തന്നെ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പഞ്ചായത്ത് നഗരസഭ പരിധിയിൽപ്പെടുന്ന പിന്നെ ബസ് അതുപോലെ തന്നെ യാത്രാ സൗകര്യമില്ലാത്ത വിഷയത്തെ അനുബന്ധിച്ചാണ് ഇവിടെ ഒരു ചർച്ച നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ നഗരസഭയുടെ അധ്യക്ഷ അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികളൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഓണക്കുന്ന് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് റൂട്ട് ബസ് KSRTC TT ബസ് അവിടെ നിർത്തണം എന്ന ഉത്തരവ് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് പോലും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവാത്തതിനെ തുടർന്ന് ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട പയ്യന്നൂർ MLA നാളെ തന്നെ ആ ഓർഡർ ഇറക്കണമെന്നുള്ളൊരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഉള്ള ചെറിയ വിഷയങ്ങളും ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത്തരം അതുപോലെ 5.5 മണിക്ക് പയ്യന്നൂരിന് എടുക്കുന്ന ട്രിപ്പുണ്ട്. അത് ഈ 5.5 ട്രിപ്പ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ്. കോളേജുകളിലുള്ള പോകുന്ന കുട്ടികൾക്ക് അതേപോലെ ജോലിക്ക് പോകുന്നവർക്ക്. പക്ഷേ ആ ട്രിപ്പാണ് ആ പ്രധാനപ്പെട്ട 2 ട്രിപ്പ് ഉച്ചക്കത്തോളം ഈ വൈകുന്നേരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുമാന നഷ്ടം എന്ന് പറയാം. കോവിഡിന് ശേഷമാണ് വരുമാനം കുറഞ്ഞത്. അപ്പോൾ കോവിഡ് വന്നതോടുകൂടി അതുവരെ വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഓടിയിരുന്നത്. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം വരുമാനം കുറഞ്ഞതുകൊണ്ട് ഇവരെ ആ 2 ട്രിപ്പ് പുല്ലുപാറ വഴിയിലെ 2 ട്രിപ്പും കട്ട് ചെയ്തു. അതാണ് പ്രശ്നം. പയ്യന്നൂർ പയ്യന്നൂർ പിലാത്തറ മാധവനം പെരുമ്പട റോഡിൽ ദീർഘകാലമായി ഒരു KSRTC ബസ് ഓടിക്കൊണ്ടിരുന്നു.